അതെങ്ങനെയാ? സ്വർഗത്തിലെ ഈ പുല്ലും അവിടുത്തെ പച്ച നിറങ്ങളും മരങ്ങളും അതിൻ്റെ ആ പച്ചപ്പും, പിന്നെ കാണാം അർശിൻ്റെ ഭാഗത്തൊരു പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അവിടെ സൂര്യനും ചന്ദ്രനും മറ്റൊന്നുമില്ലല്ലോ. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കൂടുമ്പോൾ മുദ്ഹാമ്മതാൻ, കടും പച്ച കളറ് അല്ലാഹു തആല സ്വർഗത്തിൽ സംവിധാനിച്ച നിറമാകുന്നു അത്. ഇനി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വർഗത്തിലെ പാത്രങ്ങൾ, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ, സ്വർഗത്തിലെ ആഭരണങ്ങൾ. യുതാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്, കപ്പുകൾ, പാത്രങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെ അവർക്കിടയിൽ ചുറ്റി നടന്നുകൊണ്ടിരിക്കും. വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയ്ൻ, അവൻ ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന എല്ലാം അവിടെ. യുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫില്ല വഅക്വാബിൻ കാനത് ഖവാരീറ, ഗ്ലാസ് പോലെയുള്ള വെള്ളിയാലുള്ള ഗ്ലാസ്, അങ്ങനെ പല രൂപത്തിലും പറഞ്ഞ അങ്ങനെയുള്ള പാത്രങ്ങൾ, കൂജകൾ കുടിക്കാൻ വേണ്ടി അവർക്കുണ്ട്. പിന്നെയോ വജസാഹും ബിമാ സബറു ജന്നത്തൻ വഹരീറ, അവർക്ക് പട്ട് വസ്ത്രമായി നൽകും. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ്, സ്വർണത്തിന്റെ വള അണിയിക്കപ്പെടും, ആണും പെണ്ണും എല്ലാം. അതുകൊണ്ട് ഇവിടെ സ്വർണം ഉപയോഗിക്കല്ല. അതിങ്ങനെ ആരും കാണാണ്ട് കഴുത്തിലിട്ടാലും പുരുഷന്മാരെ അല്ലാഹ് കാണും. യഅലമു സിർറ വഅഖ്ഫാ, മറഞ്ഞ കാര്യങ്ങളും ഗോപ്യമാക്കി വെച്ച കാര്യങ്ങളും അറിയുന്ന അല്ലാഹു. പലപ്പോഴും ചില ആളുകൾക്കൊക്കെ നല്ല ബിസിനസ്സും കാര്യങ്ങളും വലിയ വലിയ മേഖലകളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി അത് വെച്ച് ധരിച്ച് നടക്കുന്ന ആളുകൾ. സ്വർഗത്തിൽ സ്വർണം ആഭരണമാണ് വിശ്വാസിയുടെ. അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിബാസുഹും ഫീഹാ ഹരീർ, അവരുടെ വസ്ത്രം പട്ടുകൊണ്ടുള്ളതാണ്. മറ്റൊരു സ്ഥലത്തുള്ള പറയാം, യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണ്ണത്താലുള്ള വളകളും ആഭരണങ്ങളും അണിയിക്കപ്പെടും. വയൽബസൂന സിയാബാം, വസ്ത്രം ധരിപ്പിക്കപ്പെടും. ഹുളറ, പച്ച നിറത്തിലുള്ള, അപ്പൊ ഒക്കെ കൂടി പച്ചയാണ് സ്വർഗത്തിൽ. ഹുളറം മിൻ സുംദുസിൻ വഇസ്തബ്റകിൻ, കട്ടിപ്പട്ടും നേർത്ത പട്ടും, നേർമയുള്ള പട്ടും. മുത്തഖീന ഫീഹാ അലൽ അറായിക്, ഇതൊക്കെ ധരിച്ചിട്ട് സുന്ദരക്കുട്ടന്മാരായിട്ട് കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ എന്താ ചെയ്യുന്നത്? അവര് മുത്തഖീന ഫീഹാ അലൽ അറായിക്, സോഫകളിൽ ഇങ്ങനെ കാലുമക്കാലും കയറ്റി ചാരിയിരിക്കുക. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാ നിഅമ സവാബ്, എത്ര നല്ല പ്രതിഫലം. നമുക്ക് തോന്നേണ്ട പോയിന്റാണത്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്തയാണെന്ത്? ഇത് എത്ര നല്ല പ്രതിഫലമാണ്. അല്ലാഹ് സ്വയം പറയാണെന്ത്? നിഅമ സവാബ്, എത്രമാത്രം നല്ല പ്രതിഫലമാണ്. വഹസുനത്ത് മുർതഫഖാം, എത്ര നല്ല സങ്കേതമാണ്. അല്ലാഹ് സ്വയം ആ സ്വർഗത്തെ കുറിച്ച് അങ്ങനെ പറയാം. ഒരുപാട് സോഫകളുണ്ട് എന്നാ, കട്ടിലുകളും സോഫകളും ചാരു കസേലകളും. ഫീഹാ സുറുൻ മർഫൂഅ, ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകള്. വഅക്വാബുൻ മൗലൂഅം, അണിയണിയായി വെക്കപ്പെട്ട കോപ്പകള്. വനമാരിക് മസ്ഫൂഫാം, വിരിക്കപ്പെട്ട പരവതാനികള്. വസറാബി മബ്സൂസ, അതേപോലെ തലയിണകളും മറ്റും എല്ലാം. സൂറത്തുൽ ഗാശിർ അല്ലാഹ് പറയാം. ഇതിലിങ്ങനെ തമ്മിൽ ചാരിങ്ങനെ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പരിചാരകരിങ്ങനെ വരും. എന്താ വേണ്ട, എന്താ ആവശ്യം? ആരാ പരിചാരകര്? പ്രായം ചെന്ന പുരുഷന്മാരോ സ്ത്രീകളോ ഒന്നുമല്ല. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, എന്നും കുട്ടികളാണ് അവര്, എന്നും കുട്ടികൾ. ഒരു വലുതാവൂല, പ്രായം കൂടൂല. ശാശ്വതരായ കുട്ടികൾ അവർക്കിടയിലൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ആ കുട്ടികൾ ഒന്നും കൊടുന്നില്ലെങ്കിലും അതൊരു രസമാണല്ലോ, കുറേ കുട്ടികളിങ്ങനെ ഒന്നിച്ച് ഓടിച്ചാടി കളിച്ചടക്കൽ കാണാൻ. അപ്പൊ നമ്മൾ ഇരുന്ന് ആനന്ദിക്കുമ്പോൾ ഈ മക്കൾ ഇങ്ങനെ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലെന്താ? ശുദ്ധമായ പാനജലം നിറക്കപ്പെട്ട കപ്പുകളും കൂജകളും പാത്രങ്ങളുമായി ഈ കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയാ, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ശാശ്വതരായ കുട്ടികൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇദാ റഅയ്തഹും, അവർ നീ കണ്ടാൽ, റഅയ്തഹും ഹസിബതഹും ലുഅ്ലുഅൻ മൻസൂറാ, അവർ നിനക്ക് കണ്ടാൽ, ആ കുട്ടികൾ ഇങ്ങനെ നടക്കണ കണ്ടാൽ എന്താ തോന്നുന്ന അറിയോ? മുത്ത് പരത്തിട്ട പോലെ തോന്നുന്ന, മുത്തങ്ങട്ട് വെതറിയ പോലെ, പരന്നു കിടക്കുന്ന മുത്തുകളെ പോലെ ആ കുട്ടികളെ കണ്ടാൽ നിനക്ക് തോന്നും. ഇതൊക്കെയാണ് സ്വർഗത്തിന് സുഖങ്ങളും ആനന്ദങ്ങളും. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, സ്വർഗത്തിൽ ഒരു ഒരുമിച്ച് കൂടലുണ്ട്, ആഴ്ചയിൽ ഒരു ഒരുമിച്ച് കൂടൽ. കാരണം മനുഷ്യന്മാരുടെ പ്രകൃതിയാണല്ലോ, എല്ലാവരും കാണുക, ഒന്നിച്ചു കൂടുക. അങ്ങനെ ഒരു സംവിധാനം സ്വർഗത്തിലുണ്ട്.
ഹദീസിൽ കാണാൻ സാധിക്കുന്ന വിശ്വാസം പറയാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ഇന്ന ഫിൽ ജന്നത്തിൽ സൂഖാ, സ്വർഗത്തിലൊരു അങ്ങാടിയുണ്ട്. യഅ്തൂനഹാ കുല്ല ജുമുഅത്തിൻ, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ അങ്ങാടിയിൽ ആളുകൾ ഒരുമിച്ച് കൂടും. എല്ലാവർക്കും ഒന്ന് കാണാനേ. അതിൽ പാകിസ്ഥാനി ഉണ്ട്, അമേരിക്കക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എങ്ങനെയൊക്കെ ജീവിച്ച ആളുകളാണ്, എന്തെല്ലാം സംസ്കാരങ്ങൾ വളർന്ന ആളുകളാണ്, ഏതെല്ലാം ഭാഷക്കാരാ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരേ സൗന്ദര്യം ഒരേ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹു താലൻ്റെ കുദ്റത്തും മഹത്വവും ആ അള്ളാഹിൻ്റെ അടിമയായ നിസാരനായ ഞാൻ എത്രത്തോളം വിനയത്തോടെ ലോകത്ത് കഴിയണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. അങ്ങനെ എല്ലാവരും കൂടി ഒരാഴ്ചകൾ ഒരുമിച്ച് കൂടുന്ന ഈ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, അങ്ങാടി ഒരുമിച്ച് കൂടാൻ വേണ്ടി പോകുമ്പോൾ റസൂൽ പറയാ, വടക്ക് ഭാഗത്തു നിന്ന് ഒരു കാറ്റടിക്കും. ഈ അങ്ങാടിയിലേക്ക് പോകുന്ന ആളുകളുടെ ശരീരത്തിൽ ഈ കാറ്റ് സ്പർശിച്ചു പോകും. അത് അള്ളാഹ് അയക്കുന്ന ഒരു കാറ്റാണ്. ആ കാറ്റ് ഈ ആളുകളുടെ ശരീരത്തിൽ കൊള്ളും. അപ്പോഴോ പോകുമ്പോൾ ഉണ്ടായിരുന്ന സൗന്ദര്യത്തെക്കാൾ സൗന്ദര്യം വർദ്ധിച്ചു, ഭംഗി വർദ്ധിച്ചു, നിറം വർദ്ധിച്ചു. അങ്ങാടി കഴിഞ്ഞ് തിരിച്ചു വരിക. ഓരോരുത്തരും അവനവൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ വരുമ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് അവൻ്റെ ഇണ നിൽക്കുകയാണ്, ഭാര്യ കാത്തു നിൽക്കുകയാണ്. ഇവൻ നോക്കുമ്പോൾ അത്ഭുതം. എന്താ കാരണം? ഇവരെ ഭംഗി വർദ്ധിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ അതേ പോയ കാറ്റ് ധ്യാനം പോയിട്ടുണ്ട്. ഓരോ ആഴ്ചയും അള്ളാഹ് കാറ്റിങ്ങനെ വിടുക, വടക്ക് നിന്ന് അടിക്കുന്ന കാറ്റ് എന്ന ഹദീസിലുള്ളത്. അപ്പം എന്ത് മനസ്സിലായി? ഭാര്യ ചോദിക്കുക, നിങ്ങളിപ്പോൾ പോയ പോലെ അല്ലല്ലോ, നിങ്ങൾ പോയ പോലെ അല്ലല്ലോ, ഇപ്പോൾ സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ. അപ്പം ഇവൻ ഇങ്ങോട്ട് പറയാ, അയ്യോ അങ്ങനെ തന്നെയാ, ഞാൻ പോകുമ്പോഴുള്ള പോലെ അല്ല, ഇപ്പോൾ നിന്റെ ഭംഗി കൂടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഓരോ ആഴ്ചയും ഭംഗി കൂടല്ലേ. അങ്ങനെ 1 മാസം, 2 മാസം, 1 കൊല്ലം, 100 കൊല്ലം അവസാനമില്ലാത്ത ജീവിതമാണ് സ്വർഗത്തിലെങ്കിൽ എന്നും 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 ഭംഗി കൂടി അവസാനം എന്താകുക? അള്ളാഹിൻ്റെ കാരുണ്യം നോക്കി. അത് കിട്ടാൻ അസ്സലാത്തു ഖൈറും മിനന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് എണീറ്റൂടെ? ഖുർആൻ ഓതൂ എന്ന് പറഞ്ഞാൽ ഓതിക്കൂടെ? സുന്നത്തിന് മുമ്പ് 2 ദിവസം എടുത്തോ എന്ന് പറഞ്ഞാൽ എടുത്തൂടെ? നമസ്കാരത്തിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള സുന്നത്തുകൾ എടുക്കുന്ന പറഞ്ഞാൽ എടുക്കൂടെ? താടി ഒന്ന് നീട്ടി വളർത്തൂ എന്ന് പറഞ്ഞാൽ നീട്ടിക്കൂടെ? പാൻറ്റും തുണിയും ശരിയാക്കൂ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? നിര്യാണിക്ക് താഴെ പാൻറ് എടുത്താൽ നരകത്തിലാന്ന് റസൂൽ പറഞ്ഞിട്ട്. കുറച്ച് നമുക്ക് കഷ്ടപ്പെട്ടുകൂടെ ഈ സ്വർഗം കിട്ടാൻ? പക്ഷെ അതൊരു കഷ്ടപ്പാടല്ല ശരിക്ക്. അതിൻ്റെ ആ മാധുര്യം ഉണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ മാധുര്യം, ഈമാന്, അതങ്ങോട്ട് ലയിച്ച് മനസ്സിലൂടെ അടിയുറച്ചു കഴിഞ്ഞാൽ ഹൃദയാന്തരാളങ്ങളിൽ രൂഢമൂലമാകുന്നത് എന്തോ അതാണ് യഥാർത്ഥ വിശ്വാസം. അതില്ലാത്തതുകൊണ്ടാ പിഴവുകൾ സംഭവിക്കുന്നത്. അതില്ലാത്തത് കൊണ്ടാ കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം തോന്നാത്തത്. ഈമാന്റെ മാധുര്യം നമ്മൾ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കാൻ സാധിക്കണം. അതിന് ഇത്തരം ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വേണം. അപ്പോൾ നോക്കി നിങ്ങൾ, ഓരോ ആഴ്ചയിലും ഭാര്യയും ഭർത്താവും ഇണകളും സൗന്ദര്യം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയാ, സ്വർഗത്തിലെ സോഫകളിൽ ഇവരിങ്ങനെ ചാരിയിരിക്കും. പല നാട്ടുകാരാണല്ലോ. അപ്പൊ ഈ നാട്ടുകാർ തമ്മിൽ ഇങ്ങനെ ചാരിയിരുന്നാൽ ഒരംഗം ഖുർആൻ പറയുന്നുണ്ട്, തമ്മിൽ ഇങ്ങനെ കാണുമ്പോൾ പരിചയപ്പെട്ട് അവിടെ ഇരിക്കും. നിങ്ങൾ ഇവിടുന്ന? ഞാനിങ്ങനെ പാകിസ്ഥാന്, ഞാൻ അമേരിക്കയിലായിരുന്നു. പരിചയപ്പെടുക, സംസാരിക്കാം. എന്നിട്ട് അവർ പറയുകയാണെന്ത്? ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ പടച്ചോനെ പേടിച്ചിട്ടാണ് ജീവിച്ചത്. നാട്ടിൽ പല ജാതി ആൾക്കാരുണ്ടായിരുന്നു. പലരും പലതും പറഞ്ഞു. ഞാൻ ഓലെ പിന്നാലൊന്നും പോയില്ല. ഞാൻ നിസ്കരിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു തമ്മിൽ സംസാരിക്കുകയാണ്. അള്ളാഹു നമ്മൾ അതുകൂടി അറിയിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. അള്ളാഹ് എന്നോട് അനുഗ്രഹം കാണിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ എത്തിക്കിട്ടി. രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന തീജ്വാലയിൽ നിന്ന് അള്ളാഹു തആല നമ്മെ രക്ഷപ്പെടുത്തി. ദുനിയാവിൽ നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പഠിച്ചു വെച്ചോളിയും, തൗഹീദുള്ളവനാ സ്വർഗത്തിലേക്ക്. ദുനിയാവിൽ നമ്മളൊക്കെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ആ അള്ളാഹു വലിയ പുണ്യം, വലിയ പ്രതിഫലം നൽകുന്നവനാണ്, അവർ കാരുണ്യവാനാണ് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. വേറെ സ്ഥലത്ത് അല്ലാഹ് പറയാണ്, ആളുകൾ ഇങ്ങനത്തെ സംസാരിച്ചിരിക്കും, 2 ആളുകൾ. എന്താ സംസാരം? തമ്മിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിക്കുകയാണ്.
ഈ വർത്താനത്തിനോടൊക്കെ ഒരാൾ പറയാണ്, ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ, എനിക്കൊരു ഖരീൻ ഉണ്ടായിരുന്നു. ഖരീൻ പറഞ്ഞ കൂട്ടുകാരൻ. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ദുനിയാവിൽ. പരലോകത്ത് കാണുന്ന സുഹൃത്തിനോട് പറയാണ്. ഇതൊക്കെ അള്ളാഹ് പറയുന്ന കാര്യങ്ങളാണ്. പരലോകത്ത് സ്വർഗത്തിൽ കാണുന്ന സോഫയിൽ ചാരി ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാളിങ്ങനെ വരുന്നുണ്ട്. അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അവർ തമ്മിൽ സുഹൃത്തുക്കളായി. എന്നിട്ട് പറയാണ്, ഇന്നി കാന ലീ ഖരീൻ, എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ദുനിയാവിൽ. യഖൂലു, അവൻ എന്നോട് പറയുമായിരുന്നു, ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, എടോ നിനക്ക് വിശ്വാസം ഉണ്ടോ? അതൊക്കെ ഇങ്ങനെ സരകുണ്ട്, ഇങ്ങനെ സ്വർഗമുണ്ട്, ഒരിത്തിരി ഇങ്ങനെ തുണി അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് പോയാൽ സ്വർഗം, ഇങ്ങോട്ട് പോയാൽ നരകം, ഇതൊക്കെ വിശ്വസിക്കാൻ നിന്നെ കൊണ്ടാകുമോ? കുറച്ചൊക്കെ ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവൻ ചോദിച്ചിരുന്നു എന്നോട്, മരിച്ചു മണ്ണോട് ചേർന്ന് ദുർബലരായ ശേഷം വീണ്ടും ഒരു ജീവിതമോ പരലോകമോ വിചാരണയോ കോടതിയോ ഇങ്ങനെ കണ്ടോ എന്ന് എന്നോടൊരു കൂട്ടുകാരൻ ചോദിച്ചിരുന്നു. അപ്പൊ ഈ കൂട്ടുകാരൻ പറയും, നമുക്ക് നോക്കുക അവനിപ്പോ എവിടെയാണ് എന്ന്. എവിടെയെങ്കിലും ഒരു ഭാഗത്തുണ്ടാവൂല, വരാതിരിക്കൂല. അള്ളാഹുവിന്റെ മുമ്പിൽ വരാത്ത ആരുമില്ല. അപ്പൊ ഇവര് പറയാണ്, ഖാല ഹൽ അൻതും മുത്തലിഊൻ, നമുക്കിത് പോയി നോക്കാം അവൻ എവിടെയാണ് എന്ന്. അങ്ങനെ ഇപ്പൊ രണ്ടാളും പോയി നോക്കുക. ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം, പോയി നോക്കുമ്പോൾ നരകത്തിന് നടുക്കൈ മനുഷ്യൻ കടന്ന് തിളക്കുക. സൂറത്ത് സ്വാഫാത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഖുർആന്റെ അർത്ഥം പഠിക്കാം. ഒരു മൗലവി ഇല്ലെങ്കിലും, ഒരു ഇസ്ലാഹി സെന്ററും ഇല്ലെങ്കിലും, ഒരു പള്ളി ഇല്ലെങ്കിലും, ഒരു സൗകര്യം ഇല്ലെങ്കിലും ഖുർആന്റെ പരിഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കട്ടെ. ഇന്ന് മുതൽ തുടങ്ങുക. റമദാൻ അവസാനിച്ചാൽ ഖുർആനുമായുള്ള ബന്ധം വിടരുത്. നമ്മളതൊരു ഉപദേശമായിട്ട് നൽകുകയാണ്. അടുത്ത റമദാനിൽ നമ്മൾ ഇനിയും ഇങ്ങനെ കൂടുമ്പോൾ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി ഖുർആനിലെ ഒരുപാട് അർത്ഥങ്ങൾ, ആയത്തുകളുടെ അർത്ഥം അറിഞ്ഞവരായിരിക്കണം നിങ്ങൾ. ഇപ്പം ഈ ഞാനിപ്പോൾ പറഞ്ഞൊക്കെ ഖുർആനിലുള്ളതാ. ചില കാര്യങ്ങളെ ഹദീസുള്ളതുള്ളൂ. ഇത് പറഞ്ഞു തരാൻ നമുക്ക് ആരും വേണ്ട. നമ്മൾ ഖുർആൻ മറിച്ച് വായിച്ചാൽ മതി. എന്നാൽ എൻ്റെ കച്ചവടം നന്നാകും, എൻ്റെ നോട്ടം, സംസാരവും പാൻറ്റും ഒക്കെ നന്നാകും. ഇതിങ്ങനെ കുറേയൊക്കെ അറിയണം. ഒന്നും അറിയാത്തത് കൊണ്ടാണ് വലിയ സുജായിയായി നടന്നു. അപ്പോൾ അവനവൻ്റെ പരലോകവും പോവും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കാം. ഇങ്ങനെ സ്വർഗത്തിൽ ഈ നിലക്കുള്ള എല്ലാം. പിന്നെ സ്വർഗ്ഗക്കാർക്കൊരാഗ്രഹം, ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ സ്വർഗത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം സ്വഹാബികൾക്ക് മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ റസൂൽ പറയാണ്, സ്വർഗത്തിൽ വെച്ച് ഒരാൾ പറയും അള്ളാഹുവോട്, അള്ളാഹുവേ എനിക്ക് കൃഷി ചെയ്യണമെന്ന്. അവൻ്റെ ആഗ്രഹക്കാർ ദുനിയാവുന്ന കൃഷി ചെയ്ത ആളുകളായിരിക്കും. ഓരോ പണിയോട് താല്പര്യമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഒരാളുടെ പൂതി എന്താണ്? അയാൾ പറയാം, ഇസ്തദന റബ്ബഹു ഫിസ്സറഅ, പടച്ചോനെ എനിക്ക് കൃഷി ചെയ്യണമെന്ന്, കൃഷി ചെയ്യാനൊരു ആഗ്രഹം. അപ്പോൾ അള്ളാഹ് പറയാം, അവലസ്ത ഫീമാ ശിഅത, ബുഖാരിയുടെ ഹദീസാ, അവലസ്ത ഫീമാ ശിഅത, എടോ നിനക്ക് എന്ത് ഉദ്ദേശിച്ചാലും നിന്റെ മുമ്പിൽ അത് വരും. നീ വേറെ കൈക്കൂട്ട് കളിച്ചുണ്ടാക്കിയിട്ട് വേണോ? ആ മനുഷ്യന് ആഗ്രഹം ചോദിച്ചാൽ അപ്പോൾ അള്ളാഹ് പറയാം. അപ്പോൾ അയാൾ പറയാണ്, ബല, ആ സംഗതിയൊക്കെ ശരിയാണ്, അള്ളാഹു എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ട്, എന്തുദ്ദേശിച്ചാലും കിട്ടുന്നുണ്ട്. വലാകിന്നി, പക്ഷേ വഹിബ്ബു അൻ അസ്റഅ, കൃഷി ചെയ്യാൻ പൂതി തോന്നിയിട്ടാണ്. താല്പര്യമായിരിക്കാം, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ. ഫഅസ്റഅ, അങ്ങനെ അദ്ദേഹം പോയിട്ട് പണിയാണ് തുടങ്ങുക. വബദറ ഫതബാദറ തുർഫു നബാതുഹു വസ്തിവാഉഹു വസ്തിഹസാദുഹു വതക്വീറുഹു അംസാലൽ ജിബാൽ, വേഗം പോയിട്ട് ഉഴുതി പണികളൊക്കെ ചെയ്ത് വിത്ത് പതച്ച് അത് പെട്ടെന്ന് അങ്ങനെ മുളച്ചങ്ങോട്ട് പൊന്തി വന്നിട്ട് ആകെ കൂടി നിറഞ്ഞിട്ടൊക്കെ കൊയ്തെടുത്തിട്ട് കൂപാരമാക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കുക. അതൊരു സുഗന്ധ നിർത്താണേ. ഇതൊക്കെ കൂടി ഉണ്ടാക്കിയിട്ട് കൊയ്തെടുത്തിട്ട് ഇങ്ങനെ കൂട്ടമാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കാം. അപ്പോൾ അള്ളാഹ് പറയാം, ദൂനക്, എന്ത് ചങ്ങായി, എന്ത് മനുഷ്യനാ, യബ്ന ആദം, മനുഷ്യ, ഫഇന്നഹു ലാ യുശ്ബിഉക ശൈഉൻ, നിങ്ങൾക്കൊന്നും എത്ര കിട്ടിയാലും തികയൂല. ഒരു സത്യല്ലേ? മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടെങ്കിൽ അടുത്ത താഴ്വര ആഗ്രഹിക്കുന്ന, ലാ യംലഉ ഫാഹു ഇല്ല തുറാബ്, ഓന്റെ പൂതി തീരണമെങ്കിൽ മണ്ണ് തൊള്ളേക്ക് കാരണം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകണവന്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. പക്ഷെ ഈ പറഞ്ഞതൊന്നും സ്വർഗത്തിലെ ആഗ്രഹത്തിന് എതിരല്ല കേട്ടോ, ഞാൻ കൂട്ടത്തിൽ കൂടെ പറഞ്ഞു എന്ന് മാത്രം. മനുഷ്യന്റെ പ്രകൃതി അല്ല പറയാ, നീ എത്ര കിട്ടിയാലും നിനക്ക് മതിയാവുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ സംഭവം പറഞ്ഞു കൊടുത്തപ്പോ സ്വഹാബികളോടാണല്ലോ പറയണത്. അപ്പൊ അവര് പറയാ, റസൂലേ ലാ തജിദു ഹാദാ ഇല്ലാ ഖുറൈശിയ, അതുമല്ല ഖുറൈശിയോ മറ്റോ ആയിരിക്കും, അതുപോലെ കൃഷിന്റെ ആൾക്കാർ, അതുമല്ല ഖുറൈശിയോ മറ്റോ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല അൻസാരി ആയിരിക്കും. കാരണം മദീനത്തേർ ഈത്തപ്പനത്തിന്റെ വിഷയത്തിൽ വലിയ താല്പര്യമുള്ളവരും കൃഷി ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് അതുപോലെ ഖുറൈശി വല്ല അൻസാരി ആയിരിക്കും. ഫൈന്നഹും അസ്ഹാബു സിറഈൻ, അവരാണ് കർഷകരും. ഫൈന്നമാ നഹ്നു ഫലസ്നാ ബിഅസ്നാ അസ്ഹാബി സിറഈൻ, ഞങ്ങൾ അങ്ങനെ എന്നല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കൂല.
കാരണം അത്രത്തോളം പ്രവാചകന്റെ വാക്കിൽ അവർ ലയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ കൃഷി ചെയ്യട്ടെ എന്ന് പടച്ചവനോട് ഞങ്ങൾ ചോദിക്കൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിന്റെ വാക്ക് കേട്ടിട്ട് ചിരിച്ചു പോയി നാം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. അവസാനമായി സഹോദരന്മാരെ, ഇപ്പം സ്വർഗത്തിൽ ഇനി ഒന്നും കിട്ടാൻ വാക്കില്ല. നമ്മൾ കുറേ പറയാത്ത വിഷയങ്ങളുണ്ട്. എല്ലാം കിട്ടിയിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അടുക്കിലേക്ക് വരികയാണ്. എന്നോട് ചോദിക്കും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ. അപ്പോൾ അവർ ചോദിക്കും, എന്താണ് റബ്ബേ ചോദ്യം? ഹൽ റളീതും, നിങ്ങൾ തൃപ്തരാണോ? തൃപ്തിയാ? ഇതൊക്കെ കൊടുത്തിട്ട് നല്ല ചോദിക്കണ നോക്കി, നിങ്ങൾക്ക് തൃപ്തിയായോന്ന്, സന്തോഷമായോന്ന്. അപ്പം അവരെ പറയാ, ഒമാ ലനാ ലാനാ നർ, എന്തുകൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല റബ്ബേ? വഖദ് ആതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ നീ ഒരാൾക്കും കൊടുക്കാത്ത മഹാഭാഗ്യങ്ങളും നീ ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ എന്തുകൊണ്ട് തൃപ്തരല്ല? അപ്പം അല്ലാഹ് പറയാണ്, അന ഉഅതീകും അഫ്ളല മിൻ ദാലികും, ഇതുവരെ കിട്ടിയതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ മറ്റൊന്ന് ഞാൻ തരാൻ പോവുകയാണ്. അപ്പം ഇവർ അത്ഭുതത്തോടെ, യാ റബ്ബ്, അല്ല റബ്ബേ, അയ്യു ഷൈഇൻ അഫ്ളലു മിൻ ദാലിക, ഇനി എന്താ വേറെ അഫ്ളലായത്, ഇനി എന്താ വേറെ ഇതിനേക്കാൾ ഉത്തമമായത്? അപ്പം അല്ലാഹ് പറയാണ്, ഉഹില്ലു അലൈക്കും റിദ്വാനി, ഇനി മുതൽ നിങ്ങൾക്ക് എൻ്റെ തൃപ്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദ, ഞാൻ നിങ്ങളോട് ഒരിക്കലും കോപിക്കൂല. അപ്പോൾ ഭക്ഷിക്കാൻ കിട്ടിയതിനേക്കാൾ, കുടിക്കാൻ കിട്ടിയതിനേക്കാളൊക്കെ വലുതെന്താണ്? അള്ളാൻ്റെ തൃപ്തി. ഇപ്പം എന്താ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്? എന്തുകൊണ്ടാണ് അങ്ങോട്ട് നോക്കാത്തത്? അള്ളാഹ് കോപിക്കും, അള്ളാഹ് വെറുക്കും. അപ്പൊ അതാ നമ്മുടെ ഇന്നത്തെ പേടി. സ്വർഗത്തേക്ക് എത്തിയ എന്തില്ല, ആ പേടില്ല. നീ സ്വതന്ത്രനാണ്, എന്തും ചെയ്തോ, എന്തും ചെയ്തോ, എന്തും ചെയ്തോ. അതാണ് ഏറ്റവും അവസാനമായി കൊടുക്കുന്ന വലുതൊന്ന്. എന്നിട്ട് പിന്നെ ഹദീസിൽ വേറൊന്നിൽ കാണാം, അല്ലാഹു തആല ഈ സ്വർഗ്ഗക്കാരോട് ചോദിക്കും, അവരൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്ന. ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്ലാഹു തആല ഇന്ന് നോക്കിട്ടോ, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇതും പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ചോദിക്കും, അലം യുബയ്യ, ഈ എന്താ പറയുക, നിങ്ങൾക്ക് ഇനി വല്ലതും ആവശ്യമുണ്ടോ? ഇനി വല്ലതും നിങ്ങൾക്ക് വേണോ? നിങ്ങളൊക്കെ സന്തോഷവാന്മാരും തൃപ്തവാന്മാരുമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ആളുകൾ ചോദിക്കുകയാണ് റബ്ബിനോട്, റബ്ബേ അലം യുബയ്യിൽ വുജൂഹന, ഞങ്ങളുടെ മുഖങ്ങളെ നീ വെളുപ്പിച്ചു, വയുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു, വയുദ്ഖിലനൽ ജന്ന, ഞങ്ങൾ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. കാലു, അല്ല ചോദിക്കുക, ഞാൻ നിങ്ങളുടെയൊക്കെ മുഖത്തെ ഇങ്ങനെ ആക്കിയില്ലേ, നിങ്ങളെ സ്വർഗത്തിലേക്ക് നിങ്ങളാക്കിയില്ലേ, നിങ്ങൾക്ക് ഈ പ്രതിഫലമൊക്കെ നൽകിയില്ലേ, ഒക്കെ അല്ല ചോദിക്കുന്നു. ആളുകൾ സമ്മതിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഫയൻകശിഫുൽ ഹിജാബ്, ഒരു മറ അങ്ങോട്ട് നീങ്ങിപ്പോവുകയാണ്. അള്ളാഹുവിന് പ്രകാശത്താൽ ഒരു മറയുണ്ട്. ആ മറയങ്ങോട്ട് നീങ്ങുന്നു. ആ മറയങ്ങോട്ട് നീങ്ങിയാൽ സത്യവിശ്വാസികളായ സഹോദരന്മാർ തങ്ങളുടെ റബ്ബിനെ നേരിട്ട് കാണുകയാണ്. ഇന്ന് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച, കരഞ്ഞുകൊണ്ട് നമ്മൾ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ആ റബ്ബുൽ ആലമീനായ നാഥനെ കണ്ണുകൊണ്ട് നേരിട്ട് മുമ്പിൽ കാണുന്ന രംഗം, അല്ലാഹുവിനെ കാണുക. സ്വഹാബികൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇതങ്ങോട്ട് കണ്ടു കഴിഞ്ഞാലും ഇതുവരെ ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. അള്ളാനെ കാണുക. ആരാ അള്ളാഹ്? നമ്മൾ പഠിച്ചില്ലേ, അള്ളാഹിന്റെ ഖുദ്റത്ത്, അള്ളാഹിന്റെ മഹത്വം, അള്ളാഹിന്റെ കഴിവ്, അള്ളാഹിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ദേഷ്യം, ഇതൊക്കെയുള്ള ആ റബ്ബിനെ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന സ്വർഗീയ ലോകം, അത് നമുക്ക് വേണം. നമ്മുടെ ഈ റമദാൻ അവസാനിക്കുന്നു, നമുക്കതൊരു പാഠമാകട്ടെ, നമുക്കത് ഓർമ്മയാകട്ടെ നമ്മുടെ മനസ്സിൽ. മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ വേണം, അതോടൊപ്പം എൻ്റെ റബ്ബിനെ എനിക്ക് കാണണം. നരകക്കാർക്ക് അതിനുള്ള തൗഫീക്കില്ല. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അള്ളാനെ കാണുമെന്ന് പറഞ്ഞാൽ. ഇതുവരെ ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും അള്ളാഹിനെ കൂടി കാണുമ്പോൾ. ഇതോടുകൂടി ഒക്കെ പൂർത്തിയായി. ഇനി ഉള്ള സുഖങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അനുഭവിക്കുമ്പോൾ അവസാനമായിട്ട് ഖുർആൻ പറയാ, ദഅവാഹും ഫീഹാ, ആ സ്വർഗത്തിൽ അവർ പ്രാർത്ഥിക്കും, അവർ പറയും, സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ പരിശുദ്ധവാനാണ്, വതഹിയ്യതുഹും ഫീഹാ സലാം, സലാം സലാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കും. അവസാനം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രസംഗത്തിന്റെ അവസാനം നമ്മൾ കേൾക്കാറില്ലേ, വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്.
അത് സ്വർഗ്ഗക്കാരന്റെ പ്രാർത്ഥനയാണ്. ഇതൊക്കെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വാഹിറു ദഅവാഹും, അവരുടെ അവസാനത്തെ പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന. കാരണം അത്രക്ക് വലുതാ കിട്ടിയത്, അത്രക്ക് ഭയാനകരമായ ഒന്നിൽ നിന്നാ രക്ഷപ്പെട്ടത്. നമുക്കത് വേണം. അതിനാണ് ജീവിതം, അതിനാണ് ഞാൻ സംസാരിക്കുന്നത്, അതിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതിനായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്, അതിനായിരിക്കണം ഞാനും നോക്കേണ്ടത്. അതിന് തടസ്സമാകുന്ന നോട്ടം, സംസാരം, പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മഹത്തായ കാരുണ്യം നമ്മിൽ വർഷിക്കുമാറാകട്ടെ. കഠോരമായ നരകശിക്ഷയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് ശാശ്വതമായ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പൂങ്കാവനത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒന്നിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരന്മാർ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സത്യവിശ്വാസികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നാളെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ തെറ്റുകളും പാപങ്ങളും അർഹമുർ റഹീമനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.